സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുന്യവിയായ ജീവിതം എനിക്കും നിങ്ങൾക്കും ഒരുക്കി തന്നിട്ടുണ്ട് എങ്കിൽ ആ ദുന്യവിയായ ജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു നമ്മെ പരീക്ഷിക്കുവാൻ തീരുമാനിക്കുന്നത്, പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. ആ പരീക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കിസ്സകൾ, കഥകൾ പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് പല കഥാസാരങ്ങളും തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന 3 പേരുടെ നന്ദികേടിന്റെയും നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെയും സംഭവങ്ങൾ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 3 പേരെയും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ 3 പേരിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിയോഗിക്കുകയാണ്. ആദ്യത്തെ ആളുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ആ മലക്ക് ഫഅതൽ അബ്റസ്, അബ്റസായ മനുഷ്യന്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നു. അബ്റസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് എന്നാണ്. അങ്ങനെ മലക്ക് ആ അബ്റസിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് അയാളോട് മലക്ക് ചോദിക്കുന്നു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, എന്നിൽ നിന്നും താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ അബ്റസായ വെള്ളപ്പാണ്ടുകാരനായ മനുഷ്യൻ ആ മലക്കിനോട് പറയുന്നു, ലൗനുൻ ഹസനുൻ, എനിക്ക് നല്ല ഗ്ലാമറുള്ള കളർ ഉണ്ടാകണം, എന്റെ ശരീരത്തിന് നല്ല നിറം കിട്ടണം. വൽ ജിൽദുൻ ഹസന, എന്റെ സ്കിന്ന് നല്ല ഗ്ലാമർ ആവണം, നന്നായി തീരണം. മാത്രമല്ല ഖദ് കദിറനിന്നാസ്, ജനങ്ങൾ എന്നെ മാറ്റി നിർത്തുന്ന, ജനങ്ങൾ എന്നെ അവഗണിക്കുന്ന, ജനങ്ങൾ പരിഹസിക്കുന്ന, എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അബ്റസായ രോഗം, ഈ വെള്ളപ്പാണ്ടി എന്ന രോഗം എന്നിൽ നിന്നും തുടച്ചു നീക്കുകയും ചെയ്യണം, മാറിക്കിട്ടുകയും ചെയ്യണം. അങ്ങനെ മലക്ക് ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒന്നിങ്ങനെ തടവിക്കൊടുക്കുകയാണ്. അങ്ങനെ സ്പർശിക്കുന്നതോടുകൂടി ആ മനുഷ്യന് നല്ല സ്കിന്നുണ്ടാകുന്നു, അയാൾക്ക് നല്ല നിറമുണ്ടാകുന്നു. അയാൾ വെറുത്തിരുന്ന, ജനങ്ങൾ കളിയാക്കിയിരുന്ന, പരിഹസിച്ചിരുന്ന, മാറ്റി നിർത്തിയിരുന്ന ആ വെള്ളപ്പാണ്ടി എന്ന രോഗം അയാളിൽ നിന്ന് നീങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതിനുശേഷം മലക്ക് അയാളോട് കൊണ്ട് ചോദിക്കുന്നു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, താങ്കൾ എന്നിൽ നിന്നും എന്തൊരു സമ്പത്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ആ അബ്റസായിരുന്ന മനുഷ്യൻ ആ മലക്കിനോട് പറയുന്നു, അൽ ഇബുൽ, എനിക്കൊരു ഒട്ടകം കിട്ടുകയാണെങ്കിൽ ആ ഒട്ടകത്തെ നോക്കി പരിചരിച്ച് അതിലൂടെ എനിക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ആ മലക്ക് നല്ല പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള, പ്രസവിക്കാറായിട്ടുള്ള ഒരു ഒട്ടകത്തെ അയാൾക്ക് സമ്മാനമായി നൽകുകയും എന്നിട്ട് മലക്ക് അയാളോട് ഇപ്രകാരം പറയുകയും ചെയ്തു, യുബാറക് ലക ഫീഹാ, തീർച്ചയായും ഈ ഒട്ടകത്തിലൂടെ നിനക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള ബർക്കത്തുകൾ, അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ ധാരാളമായി ഇറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം ഈ വെള്ളപ്പാണ്ടുകാരനായിരുന്ന മനുഷ്യന്റെ മറ്റൊരു കൂട്ടുകാരനുണ്ട്. ആ രണ്ടാമത്തെ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്ക് പ്രവേശിക്കുകയാണ്. വഅതൽ അഖ്റ, അവൻ അഖ്റ ആണ് എന്ന് പറഞ്ഞാൽ കഷണ്ടിയുള്ള മനുഷ്യനാ. എന്നിട്ട് ആ മലക്ക് അഖ്റ ആയ മനുഷ്യനോട് ചോദിക്കുന്നു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, എന്നിൽ നിന്നും താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? ഷഅറുൻ ഹസന, എനിക്ക് നല്ല മുടി ഉണ്ടാകണം, മാത്രല്ല ഈ കഷണ്ടി മാറിക്കിട്ടണം, ആളുകൾ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, അവഗണിക്കുന്ന ഈ കഷണ്ടി എന്നിൽ നിന്നും മാറിക്കിട്ടുകയും ചെയ്യണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മലക്ക് ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആ മനുഷ്യനെ ഒന്ന് തടവുകയാണ്, സ്പർശിക്കുകയാണ്. ആ സ്പർശനത്തിലൂടെ
അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഉതിയ ശഅറൻ ഹസന, നല്ല മുടി അല്ലാഹു അയാൾക്ക് നൽകി. മാത്രമല്ല അയാളെ ആളുകൾ പരിഹസിച്ചിരുന്ന, കളിയാക്കിയിരുന്ന ആ കഷണ്ടി എന്ന രോഗത്തെ അല്ലാഹു ആ മനുഷ്യനിൽ നിന്നും തുടച്ചു നീക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ആ മലക്ക് ആ മനുഷ്യനോട് ചോദിക്കുന്നു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, എന്നിൽ നിന്നും എന്ത് സമ്പത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ബക്കറത്തിനെ കിട്ടിയാൽ, ഒരു പശുവിനെ കിട്ടിയാൽ അതിനെ പരിചരിച്ച് നോക്കി ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പൂർണ്ണ ഗർഭിണിയായ ഒരു പശുവിനെ ആ മനുഷ്യന് സമ്മാനമായി നൽകുകയും യുബാറകു ലക ഫീഹ, ഈ പശുവിൽ നിനക്ക് അള്ളാഹുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ഇറക്കപ്പെടട്ടെ എന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ആ മലക്ക് മൂന്നാമത്തെ മനുഷ്യന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുകയാണ്. അയാൾ ആരായിരുന്നു? ജന്മന അന്ധനായി ജീവിച്ചിരുന്ന മനുഷ്യനടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മലക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ മലക്ക് ആ അന്ധനായി ജീവിക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്നു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, അല്ലയോ പ്രിയപ്പെട്ട സഹോദര, താങ്കൾ എന്നിൽ നിന്നും എന്താണ് ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ അന്ധനായി ജീവിച്ചിരുന്ന മനുഷ്യൻ പറയാണ്, യറുദ്ദുല്ലാഹു ഇലയ്യ ബസരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഈ കാഴ്ചയെ തിരിച്ചു തരികയാണെങ്കിൽ അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ആ മനുഷ്യൻ പറയാണ്. കാരണം ഈ അന്ധനായതിന്റെ പേരിൽ ആളുകൾ പരിഹസിക്കുന്നു, ആളുകൾ അന്ധനാണെന്ന് വിളിക്കുന്നു, കണ്ണുപൊട്ടനാണെന്ന് വിളിക്കുന്നു, ആളുകൾ എന്റെ പേരിൽ സഹതപിക്കുന്നു, എന്നെ പരിഹസിക്കുന്നു. ആ രോഗം എന്നിൽ നിന്നും നീങ്ങിക്കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫമസാഹു, മലക്ക് അയാളെ ഒന്ന് തടവി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഫറദ്ദല്ലാഹു ഇലൈഹി ബസറഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ കാഴ്ചയെ ആ മനുഷ്യനിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ മലക്ക് അയാളോട് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, എന്നിൽ നിന്നും എന്ത് സമ്പത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ ആ അന്ധനായി ജീവിച്ചിരുന്ന, അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുത്ത ആ മനുഷ്യൻ മലക്കിനോട് പറഞ്ഞു, എനിക്കൊരു ആടിനെ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾക്ക് പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന ഒരു പെണ്ണാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിലൂടെ ആ മനുഷ്യന് സമ്മാനമായി നൽകുകയാണ്. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഫകാന ലിഹാദാ വാദിൻ മിൻ ഇബിലിൻ, അങ്ങനെ ഒരു വലിയ മലയുടെ താഴ്വാരം നിറയെ ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ മേഞ്ഞു നടക്കുകയാണ് സമൃദ്ധമായി. വലിഹാദാ വാദിൻ മിൻ ബക്കറിൻ, മറ്റൊരു ഭാഗത്ത് പശുക്കളുടെ വലിയൊരു കൂട്ടം ഇങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ട്. വലിഹാദാ വാദിൻ മിനൽ ഗനം, താഴ്വാരത്ത് വലിയ ആട്ടിൻ പറ്റങ്ങൾ ഇങ്ങനെ ധാരാളമായി ഇങ്ങനെ മേഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം കാലങ്ങൾ കഴിഞ്ഞു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൂന്ന് പേരെയും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മലക്കിനെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൂന്ന് പേരിലേക്ക് മയക്കുകയാണ്. അങ്ങനെ ആ മലക്ക് അബ്റസായിരുന്ന ആ വെള്ളപ്പാണ്ടുകാരന്റെ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, അതേ ജീവിത രീതിയിൽ ആ അബ്റസിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് അബ്റസിനോട് പറയുന്നു, ഫഖാല റജുലുൻ മിസ്കീൻ, പ്രിയപ്പെട്ട സഹോദര, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, ഞാൻ യാത്ര പോവാണ്. അപ്പൊ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭക്ഷണം തീർന്നുപോയി, ഞാൻ ശേഖരിച്ച വെള്ളം കഴിഞ്ഞു, ഞാൻ യാത്ര ചെയ്ത വാഹനം കാണാനില്ല, എവിടെയാണ് പോയതെന്നറിയില്ല. അതുകൊണ്ട് ഇനി എൻ്റെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് ഇല്ലാ ബില്ലാഹി സുമ്മ ബിക, അള്ളാഹുവും താങ്കളും അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. അള്ളാഹു താങ്കൾക്ക് ഒരുപാട് സമ്പത്ത് നൽകി, നല്ല നിറം നൽകി, നല്ല തൊലി നൽകി, ഇങ്ങനെയൊക്കെ നൽകിയിട്ടുണ്ട് അള്ളാഹു. അതുകൊണ്ട് ഇതൊക്കെ ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയ അങ്ങയോട് എനിക്ക് ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ളൊരു വാഹനം എനിക്ക് തരണം. ആ യാത്രക്കിടയിൽ ഭക്ഷിക്കാനുള്ള അല്പം റൊട്ടിയും കുടിക്കാനുള്ള അല്പം വെള്ളവും താങ്കൾ എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. അപ്പോ പണ്ട് അബ്റസായിരുന്ന, പരമദരിദ്രനായിരുന്ന, ആളുകൾ പരിഗണിക്കാതിരുന്നിരുന്ന ആ ഫക്കീറായ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഇന്ന് വലിയ പണക്കാരനാ. കാരണം
ഒരു താഴ്വാരം നിറയെ ഒട്ടകക്കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുക, വളഞ്ഞു നിൽക്കുക, ഭയങ്കര സമ്പാദ്യത്തിന്റെ ഉടമയായി ജീവിക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞെന്തറിയോ, ഈ വേഷം മാറി വന്ന മലക്കിനോട്, അയ്യോ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, ഞാൻ വളരെ പ്രയാസത്തിലാണ്, ഇപ്പൊ സാമ്പത്തികമായി ഭയങ്കര ഞെരുക്കത്തിലാണ് ഞാനിപ്പോ ജീവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. നോക്ക് നിങ്ങൾ മനുഷ്യന്റെ മനസ്സ്, ഒരു താഴ്വാരം നിറയെ ഒട്ടകക്കൂട്ടങ്ങളുടെ സമ്പാദ്യങ്ങൾ അള്ളാഹു ധാരാളമായി നൽകിയ ഒരു മനുഷ്യനാണ് സഹായം ചോദിച്ചു വന്ന ഒരു മനുഷ്യനോട് പറയുന്നത്, എൻ്റെ അടുത്തൊന്നുമില്ല, ഞാൻ തന്നെ പ്രയാസത്തിലാണ്. അപ്പൊ ആ മലക്ക് ഈ അബറസായിരുന്ന മനുഷ്യനോട് പറയാണ്, ഫഖാല ലഹു കഅന്നി അഅരിഫുക, അല്ല എനിക്ക് നിങ്ങളെ നല്ല പരിചയമുണ്ടല്ലോ, മുഖപരിചയമുണ്ടല്ലോ, മുമ്പ് കണ്ട പോലെ തോന്നുന്നുണ്ട് എന്ന് മലക്ക് പറയാണ്. എന്നിട്ട് മലക്ക് അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അലം തകുൻ അബ്റസ യഖ്ദറുക നാസ് ഖീറ, താങ്കൾ ഒരിക്കൽ അബ്റസ് ആയിരുന്നില്ലേ, വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? ആ രോഗം കൊണ്ട് ജനങ്ങൾ നിങ്ങളെ അവഗണിച്ചിരുന്നില്ലേ, കളിയാക്കിയിരുന്നില്ലേ? ജനങ്ങൾക്കിടയിൽ പരമ ഫക്കീറായി താങ്കൾ ജീവിച്ചിരുന്നില്ലേ? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ സഹോദരങ്ങളെ? അയാൾ ആ മലക്കിനോട് പറയാണ്, ഫഖാല ലഖദ് വരിത്തു ലികാബിരിൻ അൻ കാബിർ, ഏയ് ഇത് എന്റെ അധ്വാനം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട് പാരമ്പര്യമായി ഞാൻ നേടിയെടുത്തതാണ് ആ കാണുന്ന ഒട്ടകവും ഈ കാണുന്ന തോട്ടവും ഞാൻ ജീവിക്കുന്ന ഈ വീടുമെല്ലാം എന്റെ കഴിവ് കൊണ്ട്, എന്റെ അധ്വാനം കൊണ്ട് മാത്രമാണ് ഞാൻ നേടിയെടുത്തത് എന്ന് പറഞ്ഞു. അപ്പോ അബ്റസിന്റെ വേഷം മാറി വന്ന ആ മലക്ക് അബ്റസ് ആയിരുന്ന മനുഷ്യനോട് പറയുന്നു, ഫഖാല ഇൻ കുൻത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുൻത, താങ്കൾ പറയുന്നത് കളവാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ പഴയ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുപോകട്ടെ, അബ്റസായിരുന്ന അവസ്ഥയിലേക്ക്, ഫക്കീറായിരുന്ന അവസ്ഥയിലേക്ക് താങ്കളെ അല്ലാഹു മാറ്റട്ടെ എന്ന് പറഞ്ഞു. അതോടുകൂടി അയാൾ വീണ്ടും അബ്റസായി, അയാൾ വീണ്ടും ഫക്കീറായി മാറി. അങ്ങനെ രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് പോയി, അഖ്റവിന്റെ അടുത്തേക്ക്, കഷണ്ടിക്കാരനായിരുന്ന ആളുടെ അടുത്തേക്ക് പോയി. കഷണ്ടിയായിട്ട് വളരെ പ്രയാസപ്പെട്ട് ഫക്കീറായ രൂപത്തിലാണ് മലക്ക് പോകുന്നത്. ആദ്യത്തെ ആളോട്, അബ്റസിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാനങ്ങനെ യാത്രക്കാരനാണ്, അല്പം ഭക്ഷണം, അല്പം വെള്ളം, കുറച്ച് പൈസ, ഒരു വാഹനം എനിക്ക് തരണം എന്ന് പറയുന്നു. അപ്പൊ അയാൾ പറയുന്നത് എന്താ, എൻ്റെ അടുത്തൊന്നുമില്ല, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, ഞാൻ പ്രയാസത്തിലാണെന്ന് പറയുന്നു. അപ്പൊ മലക്ക് അയാളോട് പറയുന്നു, അല്ല നിങ്ങൾ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, മുമ്പ് നിങ്ങൾ അഖ്റ ആയിരുന്നില്ലേ, കഷണ്ടിയുള്ള ആളായിരുന്നില്ലേ, ദരിദ്രനായിരുന്ന ആളായിരുന്നില്ലേ, ആളുകൾ താങ്കളെ പരിഹസിച്ചിരുന്നില്ലേ, കളിയാക്കിയിരുന്നില്ലേ, മാറ്റി നിർത്തിയിരുന്നില്ലേ എന്ന് പറഞ്ഞു. ഈ സമ്പത്തൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഏയ് ആദ്യത്തെ ആള് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ട്, അധ്വാനം കൊണ്ട് ഞാൻ നേടിയതാണെന്ന് പറഞ്ഞു. അപ്പൊ ആ മലക്ക് അയാളോട് പറഞ്ഞു, താങ്കൾ പറയുന്നത് കളവാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ, ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ മാറ്റട്ടെ. അങ്ങനെ അയാൾ അഖ്റായി ഫക്കീറായി മാറുകയും ചെയ്തു. മൂന്നാമതായി അന്ധന്റെ വേഷത്തിൽ അന്ധനായി ജീവിച്ചിരുന്ന, പിന്നീട് അള്ളാഹു കാഴ്ച തിരിച്ചു നൽകിയ ആ അഅമയുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അഅമയോടും ഇതേപോലെ തന്നെ കാര്യങ്ങൾ പറയുകയാണ്. അയാൾ പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, ഇനി എന്നെ സഹായിക്കാൻ അള്ളാഹുവും പിന്നെ താങ്കളുമല്ലാതെ മറ്റാരുമില്ല, അതുകൊണ്ട് കുറച്ച് ഭക്ഷണം എനിക്ക് തരണം, അല്പം വെള്ളവും പിന്നെ യാത്ര ചെയ്യാനുള്ള ഒരു വാഹനവും എനിക്ക് തരണം, തരികയാണെങ്കിൽ വലിയ ഖൈറായി എന്ന് അഅമയായിരുന്ന മനുഷ്യനോട് പറയാണ്. ആ സമയത്ത് അഅമയായിരുന്ന മനുഷ്യൻ മലക്കിനോട് ഈ മനുഷ്യൻ പറയാണ്, ഫഖാല ഖദ് കുന്തു അഅമ, ഞാൻ ഒരു കാലത്ത് അഅമയായിരുന്നു, അങ്ങനെ അന്ധനായിരുന്ന എന്നെ ഫറദ്ദല്ലാഹു ബസരി, അള്ളാഹു എനിക്ക് കാഴ്ച തിരിച്ചു നൽകി. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഫഖീറൻ, ഞാൻ ഒരു കാലത്ത് ദരിദ്രനായിരുന്നു, ഫക്കീറായിരുന്നു, ആളുകൾ എന്നെ പരിഗണിച്ചിട്ടില്ല, എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ മാറ്റി നിർത്തിയിരുന്നു. ആ ജീവിതത്തിൽ നിന്നും ഫഖദ് അഅനാനി, അള്ളാഹു എന്നെ സമ്പന്നനാക്കി, എനിക്കൊരുപാട് ജീവിത സൗഭാഗ്യങ്ങൾ ഇട്ടു തന്നു, സന്തോഷങ്ങൾ നൽകി റബ്ബ്. അതുകൊണ്ട് ഫഖുദ് മാ ശഅത, പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഫഖുദ് മാ ശഅത, താങ്കൾക്ക് എത്രയാണോ വേണ്ടത്, ഒരു വാഹനമല്ല, വാഹനത്തിന് എത്ര വേണം അതെടുക്കൂ, ഭക്ഷണം എത്ര വേണം അത് താങ്കൾ എടുത്തുകൊള്ളുക. ഫവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലാ
അജ്ഹദുകൽ യൗമ ബിശൈഇൻ അഖത്തുല്ലാഹ്, തീർച്ചയായും താങ്കൾക്ക് ഇഷ്ടമുള്ളതും ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും മുഴുവനും താങ്കൾ എടുത്തുകൊള്ളുക. താങ്കൾ എടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടേക്കുക. അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം. അള്ളാഹു തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ എന്റെ പക്കൽ നിന്നും എന്തെന്നെടുക്കുകയാണെങ്കിലും എനിക്കൊരു പരാതിയില്ല, എനിക്കൊരു സങ്കടവുമില്ല. കാരണം ഇതെനിക്ക് തന്നതാരാ? അള്ളാഹുവാണ്. ഇതില്ലാത്തൊരു കാലഘട്ടം, ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി ഞാൻ ആളുകളോട് യാചിച്ചിട്ടുണ്ട്, ചോദിച്ചു പോയിട്ടുണ്ട്, ആളുകൾ എന്നെ ആട്ടിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് അത് താങ്കൾ എടുക്കുകയും ചെയ്യുക. ആ എടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ അതെനിക്ക് തന്നാ മതി എന്ന് ആ അന്ധനായി ജീവിച്ചിരുന്ന, അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുത്ത ആ മനുഷ്യൻ ആ മലക്കിനോട് പറയുന്ന രംഗമുണ്ട്. ആ സമയത്ത് മലക്ക് ആ മനുഷ്യനോട് പറയുകയാണ്, സഹോദരങ്ങളെ, ഫഖാല അംസിക് മാലക് ഫഇന്നമാ ഇബ്തുലീതും ഫഖദ് റളിയല്ലാഹു അൻക. പ്രിയപ്പെട്ട സഹോദര, താങ്കളെ പരീക്ഷിക്കാൻ അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്. ആ പരീക്ഷണത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു. കാരണം താങ്കൾ ദരിദ്രനായി ജീവിച്ചപ്പോഴും അള്ളാഹു അന്ധത എന്ന രോഗം നൽകി പരീക്ഷിച്ചപ്പോഴും എങ്ങനെയാണോ താങ്കളുടെ നിലപാടുണ്ടായിരുന്നത്, താങ്കളുടെ സംസാരമുണ്ടായിരുന്നത്, അതേപോലെയാണ് താങ്കൾക്ക് അള്ളാഹു കാഴ്ച തിരിച്ചു തന്നപ്പോഴും, താങ്കൾക്ക് ദാരിദ്ര്യം മാറ്റിയിട്ട് സമ്പാദ്യം നൽകിയപ്പോഴും താങ്കളുടെ ജീവിതമായി ഞാൻ കാണുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് ഇതെല്ലാം സൗഭാഗ്യമാണ്, ഇതൊക്കെ താങ്കൾ തന്നെ വെച്ചോളൂ. എന്നിട്ട് ആ മലക്ക് അന്ധനായിരുന്ന മനുഷ്യനോട് പറയാണ്, പക്ഷേ താങ്കളുടെ രണ്ട് കൂട്ടുകാരുടെ കാര്യത്തിൽ അള്ളാഹു കോപിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അള്ളാഹു നൽകിയ സൗഭാഗ്യങ്ങൾ അള്ളാഹു തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വിശ്വാസികളാണ് സഹോദരങ്ങളെ. അള്ളാഹു പല നിലക്ക് നമ്മളെ പരീക്ഷിക്കും. പക്ഷെ അള്ളാഹു രോഗം തന്നിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന രോഗം മാറ്റിക്കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ദരിദ്രനായി ജീവിച്ചിരുന്ന നമ്മൾ, ഈ ദാരിദ്ര്യം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറില്ല എന്ന് വിചാരിച്ചിരുന്ന നമ്മൾ, ആ ദാരിദ്ര്യത്തെ മാറ്റിയിട്ട് അള്ളാഹു നമ്മളെ സമൂഹം അംഗീകരിക്കുന്ന, ആളുകൾ ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക്, സുന്ദരമായൊരു ജീവിതത്തിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. എന്തിനാണ് സഹോദരങ്ങളെ? പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയാം. പരീക്ഷിക്കപ്പെടുമ്പോൾ, സന്തോഷം കൊണ്ട് പരീക്ഷിക്കുമ്പോഴും ദുഃഖം കൊണ്ട് പരീക്ഷിക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം? അതാണ് അഅ്മയായി ജീവിച്ചിരുന്ന മനുഷ്യന്റെ നിലപാടിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സന്തോഷാവസ്ഥയിലും സന്താപത്തിന്റെ അവസ്ഥയിലും, ദുഃഖത്തിലും ദുരിതത്തിലും വേദനകളിലും സന്തോഷങ്ങളിലും ആഹ്ലാദങ്ങളിലും സമാധാനങ്ങളിലും സൗഭാഗ്യങ്ങളിലും അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട്, അള്ളാഹു നൽകിയതിൽ നിന്നും കൂടുതലായി ചെലവാക്കിക്കൊണ്ട്, ചോദിച്ചു വരുന്നവർക്ക് ധാരാളമായി നൽകിക്കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ബനൂ ഇസ്രായേലിൽപ്പെട്ട ഈ 3 പേരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒരു വിശ്വാസി എന്ന നിലക്ക് ഒട്ടനവധി ഗുണപാഠങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാനുണ്ട്. ഒന്ന്, രോഗം നൽകുന്നവൻ അല്ലാഹുവാണ്. ആ രോഗത്തെ പൂർണ്ണമായ തോതിൽ ശിഫയാക്കുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉമ്മത്തിനോട് പറഞ്ഞ ഒരു വാചകം ഇപ്രകാരം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്: വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം തന്നാൽ ആ രോഗത്തെ പൂർണ്ണമായി ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് രോഗിയായ ഒരവസ്ഥയിൽ ഒരാൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥനയിൽ ഇപ്രകാരം എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും: അല്ലാഹുമ്മ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. അല്ലാഹുവേ, നീയാണ് ഒന്നൊഴിയാതെ രോഗങ്ങളെ പൂർണ്ണമായും ശിഫയാക്കുന്നവൻ. നീയല്ലാതെ ഒരു രോഗത്തെയും ശിഫയാക്കുന്നവനായി ആരുമില്ല.
സഹോദരങ്ങളെ, അള്ളാഹു ഒരു രോഗം തന്നാൽ ആ രോഗം എന്താന്ന് കണ്ടുപിടിക്കാൻ തന്നെ ചിലപ്പോൾ വർഷങ്ങളാകും. എൻ്റെ ഭാര്യൻ്റെ അനിയത്തിക്ക് ഒരേ ഒരു കുട്ടിയാണ് ഉണ്ടായത്. കാലങ്ങൾക്ക് ശേഷം ഒരു ആൺകുട്ടി ഉണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തരുന്ന അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെയാ സാധിക്കുക? എങ്ങനെ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ പറ്റുക? സഹോദരങ്ങളെ, വല്ലാത്തൊരവസ്ഥയാണ്. അവസാനം ആ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കിയ ഒരു സംവിധാനമുണ്ട്. ഏതൊരു മനുഷ്യരുടെ ശരീരത്തിലും ആ സംവിധാനം ഇല്ല. ഡോക്ടർമാർ പറഞ്ഞെന്തറിയോ? അത് കൃത്രിമമായിട്ട് വെച്ചിട്ട് കാര്യമല്ല എന്നാണ്. അള്ളാഹുവിൻ്റെ സംവിധാനം നോക്ക് നിങ്ങൾ. അള്ളാഹു നമുക്കൊരു രോഗം തന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ പൂർണ്ണമായും ശിഫയാക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, കോടി ചെലവാക്കിയിട്ടും വലിയ വലിയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, 70 വയസ്സുവരെ മനുഷ്യൻ ജീവിക്കുമ്പോഴും ആ മനുഷ്യന്റെ ഹാർട്ട് ഇങ്ങനെ കൃത്യതയോടിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാൻ, ആ ഹാർട്ടിനെ പമ്പ് ചെയ്യിപ്പിക്കാൻ, ചലിപ്പിക്കാൻ, ജീവൻ നൽകാൻ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. ഇത്ര കോടി മനുഷ്യരുണ്ട്. ഇത്രയധികം ആധുനികമായ AI സംവിധാനത്തോടു കൂടിയുള്ള ടെക്നോളജികളുണ്ട്. ആ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട്, IT സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു തുള്ളി ബ്ലഡ് അള്ളാഹു നൽകുന്നത് പോലെയുള്ള ഒരു ബ്ലഡ് നൽകാൻ ആർക്കെങ്കിലും പറ്റുമോ സഹോദരങ്ങളെ? ഒരു തുള്ളി നാച്ചുറലായ ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് കേട്ടാൽ ഉണ്ടാക്കാൻ കഴിയോ? ഇല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇശ്ഫി അൻത ഷാഫി, അള്ളാഹുവേ നീയാണ് ഷാഫി, നീ അല്ലാതെ മറ്റൊരു ഷാഫിയുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിഫയാക്കുന്നവൻ ആരാ? അള്ളാഹുവാണ്. ആ 3 പേർക്കും ശിഫ നൽകിയതാരാ? അള്ളാഹുവാണ്. രോഗം മാറ്റിക്കൊടുത്തതാരാ? അള്ളാഹുവിന്റെ കഴിവാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, രണ്ടാമത്തെ ഗുണപാഠം എന്ന് പറയുന്നത്, അള്ളാഹു ധാരാളമായി ഐശ്വര്യങ്ങൾ, സന്തോഷങ്ങൾ, സാമ്പത്തികമായ സ്രോതസ്സുകൾ നൽകും. എന്തിനാണെന്നറിയോ? പരീക്ഷിക്കാൻ, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹ്റത്തുൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീ. മനുഷ്യരിൽ നാം ഐഹിക ജീവിത അലങ്കാരം, സന്തോഷം, സൗഭാഗ്യം, സാമ്പത്തികമായ സ്രോതസ്സുകൾ നൽകിയതിലേക്ക്, അനുഭവിപ്പിച്ചതിലേക്ക് നീ നിന്റെ ദൃഷ്ടികൾ പായിക്കരുത്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നോക്കിയിട്ട് പടച്ചോനെ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, അയാളാണെങ്കിൽ എന്ത് സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് അതിലേക്ക് നോക്കിയിട്ട് നീ സങ്കടപ്പെടണ്ട. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സഹോദരങ്ങളെ, എന്തിനാണെന്നറിയോ അതൊക്കെ അയാൾക്ക് നൽകുന്നത്? അതൊരു പക്ഷേ ആ സമ്പത്തിലൂടെ, ആ സന്തോഷത്തിലൂടെ, ആ സൗഭാഗ്യത്തിലൂടെ, ആ ഐശ്വര്യത്തിലൂടെ ആ മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബഹി നിസ്കരിച്ചിട്ട് തിരിഞ്ഞിരുന്നു സ്വഹാബികളിലേക്ക്. അപ്പൊ അന്നത്തെ ആ ഒരു ദിവസം സ്വഹാബികളുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു പുഞ്ചിരി. പ്രവാചകന് മനസ്സിലായി. കാരണം ബഹ്റൈനിൽ നിന്ന് നികുതി പണമായിട്ട് ഒരു സ്വഹാബി വരുന്നുണ്ട്. ആ വാർത്ത മദീനയിൽ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വഹാബികൾക്ക് സന്തോഷം. പടച്ചോനെ, ഇന്നെങ്കിലും പട്ടിണി ഇല്ലാതെ ജീവിക്കാതെ. അബിഷിറൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ, ആഹ്ലാദിച്ചോളൂ, അതിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഫവല്ലാഹി മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കും അദ്ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും. അല്ലാഹു ധാരാളമായി സമ്പത്ത് നൽകുന്നതിനെ, ധാരാളമായി സന്തോഷം നൽകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. കാരണം അങ്ങനെ സന്തോഷം നൽകപ്പെട്ടാൽ, സമ്പാദ്യങ്ങൾ നൽകപ്പെട്ടാൽ, നിങ്ങളുടെ മുമ്പുള്ളവർ എങ്ങനെയാണോ നശിച്ചത്, മത്സരിച്ചത്, അതുപോലെ നിങ്ങൾ മത്സരിക്കുകയും മുമ്പുള്ളവരെ അള്ളാഹു നശിപ്പിച്ചതുപോലെ നിങ്ങളെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, അള്ളാഹുവേ ഫക്കീറായി ജീവിപ്പിക്കണേ, ഫക്കീറായി മരിപ്പിക്കണേ, ഫക്കീറായി പുനരുന്നേൽപ്പിക്കണേ, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടണേ. എന്തേ കാരണം എന്നറിയോ? പരലോകത്ത് ഏറ്റവും ചുരുങ്ങിയ ക്വസ്റ്റ്യൻ ആരോടാന്നറിയോ സഹോദരങ്ങളെ? ദരിദ്രന്മാരോടാ. എന്താ ചോദിക്കാൻ? എന്താ അവരോട് ചോദിക്കാനുള്ള? ഒന്നും ചോദിക്കാനില്ല. കാരണം ഒരു ദിവസം ആകെ 100 രൂപ വരുമാനം. അതെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്.
വളരെ സിമ്പിളായിട്ട് അവർക്ക് ഉത്തരം പറയാൻ പറ്റും. അതുകൊണ്ട് സമ്പാദ്യം എന്നുള്ളത്, അനുഗ്രഹം എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ഈ 3 ആളുകളുടെ ഗുണപാഠങ്ങളായി വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കരുത്. അള്ളാഹു നൽകിയതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിന് പ്രത്യുപകാരം എന്ന നിലക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ ഈമാനോട് അടുക്കുകയും തെക്കുവ പ്രകടിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ തെക്കുവ പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന താക്കീത് ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അല്ലയോ മനുഷ്യരെ, അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ പരീക്ഷണം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ കാത്തിരിക്കുക എന്ന് അള്ളാഹു മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകിയ രംഗം എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ബനി ഇസ്രായേലിലെ ആ 3 ആളുകളുടെ സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂന്നാമത്തെ ഗുണപാഠം അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കരുത് എന്നാണ്. നാലാമതായി പ്രവാചകൻ പറഞ്ഞത് പിശുക്ക് കാണിക്കരുത്. ചോദിച്ചു വരുന്നവരെ ആട്ടിവിടരുത്, പിശുക്ക് കാണിക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാമിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സ്വതക്ക കൊടുക്കല് വളരെ ഖൈറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തീർച്ചയായും നിങ്ങൾ സ്വതക്ക കൊടുക്കുക. കാരണം സ്വതക്ക കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ ആ പാപങ്ങളെ എല്ലാം അത് മായ്ച്ചു കളയും. ഏതുപോലെ വെള്ളം തീയിനെ അണച്ചു കളയുന്നത് പോലെ. അതുപോലെ തന്നെ ആറാമതായി കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും നല്ല മാതൃക എന്താ? പരീക്ഷണങ്ങൾ വരുമ്പോ, സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ്. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് ഒരു മനുഷ്യന്റെ മകന്റെ റൂഹിനെ പിടിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ മലക്കുകൾ ആ മനുഷ്യന്റെ ചെറിയ മോന്റെ റൂഹിനെ പിടിച്ചു. അള്ളാഹു ചോദിക്കുകയാണ്, മലക്കുകളല്ല, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണമായ അവന്റെ മോന്റെ റൂഹിനെ നിങ്ങൾ തിരിച്ചു വിളിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പൊ മലക്കുകൾ പറഞ്ഞു, അതേ അല്ലാഹ്, നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു മലക്കുകളോട് ചോദിക്കാനല്ല, ആ സമയത്ത് ആ ദുഃഖമുണ്ടായപ്പോൾ, ആ വേദന അനുഭവപ്പെട്ടപ്പോൾ, അവന്റെ കണ്ണു നിറഞ്ഞപ്പോ എന്റെ അടിമ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പൊ മലക്കുകൾ പറയാണ്, ഹമിദക, അള്ളാഹുവേ, ആ മനുഷ്യൻ നിന്നെ സ്തുതിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ ഉത്തരം നൽകിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് പറയുന്നു, ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ അടിമക്ക് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുക. എന്നിട്ടോ വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് എന്താ പേര് കൊടുക്കേണ്ടത്? ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനമെന്ന് എന്റെ അടിമയുടെ വീടിന് നിങ്ങൾ പേര് നൽകുകയും ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ സന്ദർഭത്തിലും അള്ളാഹു നൽകിയാലും ഇല്ലെങ്കിലും, പരീക്ഷിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും ആ പരീക്ഷണത്തിൽ ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട് വിജയം കൈവരിക്കാനും, ഈമാൻ മുറുകെ പിടിക്കാനും, തഖ്വയോടുകൂടി ആരാധനാപരമായ കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കാനും വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആ രൂപത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നാളൊരു കൂട്ടം നരകത്തിലേക്ക്, മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്ക് മാറിയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ ഞങ്ങൾ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ രോഗങ്ങളും, പ്രയാസങ്ങളും, ദുഃഖങ്ങളും, ദുരിതങ്ങളും, വേദനകളും ഞങ്ങൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റിത്തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, കടബാധ്യതകൾ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ കടബാധ്യതകൾ വിട്ടാനുള്ള ഹലാലായ മാർഗങ്ങളും കാണിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.